ഇതുപോലെ പടങ്ങൾ ഇറങ്ങട്ടെ ഇടയ്ക്കിടയ്ക്ക്. എല്ലാം ഇങ്ങനെ തന്നെ ആവണ്ട, എന്നാലും അസൽ പടം. ഇതൊരു എല്ലാത്തും ഇഷ്ടപ്പെടും, അങ്ങനത്തെ ഒരു സിനിമയാണ്. ഷോക്കേസ് ചെയ്യാൻ പറ്റും, നമുക്ക് അഭിമാനം കൊള്ളാൻ പറ്റുന്നൊരു പ്രോഡക്റ്റാണ്, പറയാതിരിക്കാൻ വയ്യ. നമുക്ക് ലിറ്ററലി ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നു, ഇതുപോലെ നമുക്ക് എടുക്കാൻ പറ്റും, നമ്മളെ കൊണ്ട് സാധിക്കും എന്ന് അത് പ്രൂവ് ചെയ്തു. അപ്പോൾ ഇനി അത് എല്ലാവരും വന്ന് അക്സെപ്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് വലിയ തിയേറ്ററിൽ തന്നെ കാണണം. ആ സൗണ്ട് ആണെങ്കിലും വിഷ്വൽസ് ആണെങ്കിലും പെർഫോമൻസസ് ആണെങ്കിലും മൊത്തം നമ്മളത് എൻഗേജ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇത്രയും നമ്മൾ സാധാരണ നമ്മളൊരു അവാർഡ് ഫിലിം എന്നൊക്കെ പറയത്തില്ല, ഇതെല്ലാം ഉണ്ട്, നമുക്ക് എല്ലാം കിട്ടുന്നുണ്ട്, നമുക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. സിനിമ എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മമ്മൂട്ടിയെ എന്തുകൊണ്ടാണ് രാക്ഷസ നടികർ എന്ന് വിശേഷിപ്പിക്കുന്നത്, ഇത് ഫാൻസ് എടുത്ത് പറയുന്ന ഒരു പേരാണോ അല്ല എന്ന് ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും. കാരണം നമുക്കൊരു നിമിഷം പോലും ബോറടിക്കില്ല. മലയാളത്തിൽ എന്തുകൊണ്ട് ഇങ്ങനത്തെ പടങ്ങൾ വരുന്നില്ല എന്ന് നമ്മൾ പറയും, പക്ഷേ ഇത് തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു പടമാണ്. നമ്മൾ അർജുന അശോകനുണ്ട്, സിദ്ധാർത്ഥ് ഭരതനുണ്ട്, മമ്മൂക്കയുണ്ട്, ഇവരെല്ലാവരും കിടിലൻ പെർഫോമൻസ് ആണ്. അർജുന അശോകൻ്റെയും സിദ്ധാർത്ഥ് ഭരത് നമ്മളിത്ര ആക്ച്വലി എക്സ്പെക്ട് ചെയ്തില്ല, അതിൻ്റെ അപ്പുറം അവർ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ പോലും നമുക്ക് ഒരു വിത്തിൻ 5 മിനിറ്റ്സ് നമ്മൾ ആ ഒരു വേൾഡിലേക്ക് ഉണ്ടാവും. പിന്നെ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് ഓർക്കില്ല. നല്ല കിടിലൻ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉണ്ട്, നല്ല ആർട്ട് വർക്ക് ഉണ്ട്, എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്. നല്ല രീതിയിൽ തന്നെ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണ്. സൂപ്പർ പടമായിരുന്നു. മമ്മൂട്ടി വ്യത്യസ്ത അനുഭവം, നല്ല അടിപൊളി റോളായിരുന്നു മമ്മൂട്ടി. പ്രകടനങ്ങളും എല്ലാം വേറെ ലെവൽ. സിനിമ കാണുമ്പോൾ നമുക്കൊരു ഫീല് വരും. ഒരു സ്ലോ പേസിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരാളിക്കത്തലാണ് സെക്കൻഡ് ഹാഫുകളെല്ലാം കഴിയും തോറും. ആ ഒരു മ്യൂസിക്കും എല്ലാം പ്രൊഡക്ഷൻ ക്വാളിറ്റി എല്ലാം നമുക്ക് കാണാൻ സാധിക്കും സിനിമയിൽ. പ്രകടനങ്ങളായാലും ആകെ 3 പേരുള്ളൂ. മമ്മൂട്ടിയൊക്കെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ, പക്ഷേ സിനിമയിൽ എല്ലായിടത്തും ഉണ്ട് മമ്മൂട്ടിയുടെ പ്രസൻസ്. എക്സ്പീരിയൻസിൻ്റെ ഒരു ഐറ്റം തന്നെയാണ്. അപ്പം നേരിട്ട് കണ്ട് അത് റിയലാണത്, അത് റിയലായിട്ട് ഇല്ലാണ്ട് ചെയ്ത ഐറ്റമാണ് സാധനമൊക്കെ. അപ്പോൾ അതിന് നല്ല എക്സ്പെൻസീവായി നല്ല രീതിക്ക് ആ ചെക്കൻ പെർഫോം ചെയ്തിട്ടുണ്ട്. വളരെയൊക്കെ ചെയ്യുന്ന ഒരു ചെക്കനെ കൊണ്ട് ചെയ്തിട്ടാണ്. അപ്പോൾ അത് കാണുമ്പോൾ ബാക്കി വീട്ടിൽ തുറന്ന് പറയാൻ 2 ദിവസം കൂടി ഞാൻ പറയാം. അത് ഇങ്ങനത്തെ ക്യാരക്ടർ ആദ്യമായിട്ട് കിട്ടുന്നത്. തുറമുഖത്തിന് ശേഷം കുറച്ച് ഡെപ്തും അല്ലെങ്കിൽ കുറച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ള ക്യാരക്ടർ ഇപ്പോഴാണ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിന് നല്ലതാണ്, സന്തോഷം. അവരുടെ പ്രേക്ഷകരാണ് പകുതി പേരും എന്നെ വളർത്തി നിർത്തിയിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നത്. ആക്ച്വലി നിങ്ങളാണ് പറയേണ്ടത്, ക്യാമറ നിങ്ങളുടെ നേരെയാണ് തിരിക്കുന്നത്. ഈ ഒരു സിനിമ എനിക്ക് വന്നതാണ്, ഞാൻ പിക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഓപ്ഷൻ ഇല്ലായിരുന്നു. ദേ ഹാഡ് കം ടു മീ, സോ അത് ചെയ്തു. ഒരു നല്ല വെൽ റിട്ടൺ ക്യാരക്ടറാണ്, ഡെപ്ത് ഉണ്ട്, അതുകൊണ്ടാണ് പകുതി മുക്കാലും അപ്രിസിയേഷൻ കിട്ടുന്നത് നമുക്ക്. സോ ഇറ്റ്സ് എ വെൽ റിട്ടൺ ക്യാരക്ടർ, അത് ചെയ്തുകൊണ്ട് അപ്രിസിയേഷൻ കിട്ടും. നല്ല പടമാണ്.